എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വിദ്യാർത്ഥികൾ നിങ്ങളുടെ റിസൾട്ടൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ SSLC പരീക്ഷ ജയിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് +1 പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷാ നടപടികൾ മെയ് 14-ാം തീയതി മുതൽ ആരംഭിക്കും. SSLC പരീക്ഷയിൽ D ഗ്രേഡോ E ഗ്രേഡോ കിട്ടി ഫെയിൽഡ് ആയിട്ടുള്ള അതായത് തോറ്റിട്ടുള്ള വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ സേ പരീക്ഷയ്ക്കുള്ള അപേക്ഷ മെയ് 14-ാം തീയതി മുതൽ ആരംഭിക്കും. അപ്പോൾ സ്കൂളിൽ പോയിട്ട് അപേക്ഷ സമർപ്പിച്ച് സേ പരീക്ഷ മെയ് 28 മുതലാണ് ആരംഭിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ സേ പരീക്ഷ ചെയ്ത് ജൂൺ ലാസ്റ്റോടെ റിസൾട്ട് വരും. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു +1 പ്രവേശനത്തിനായിട്ടുള്ള സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പുതുതായിട്ട് അപേക്ഷ സമർപ്പിച്ച് വേണ്ട ഓപ്ഷനുകളൊക്കെ നൽകി അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ പങ്കെടുത്ത് വിദ്യാർത്ഥികൾക്ക് +1 പ്രവേശനത്തിനായിട്ടുള്ള അഡ്മിഷൻ നേടാവുന്നതാണ്. അതായത് +1 അഡ്മിഷൻ നേടാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തോറ്റിട്ടുണ്ട് എന്ന് കരുതി വിദ്യാർത്ഥികൾ പേടിക്കോ ടെൻഷൻ അടിക്കുകയൊന്നും ചെയ്യേണ്ടതില്ല. അതുപോലെ മാർക്ക് കുറഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ റീവാലേഷനായിട്ട് അപേക്ഷിക്കുക. റീവാലേഷൻ അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾക്ക് +1 പ്രവേശനത്തിന് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. കാരണം പല വിദ്യാർത്ഥികളും ചോദിക്കുന്നതാണ് റീവാലേഷൻ അപേക്ഷിച്ച് കഴിഞ്ഞാൽ ഗ്രേഡ് കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, വീണ്ടും അപേക്ഷിക്കണോ അല്ലെങ്കിൽ ഇപ്പോൾ അപേക്ഷിക്കാതിരിക്കണോ എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് റീവാലേഷൻ അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ കൂടി നിങ്ങൾക്ക് ഈ ഒരു +1 പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ സമർപ്പിക്കാം. റീവാലേഷൻ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രേഡ് കൂടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു റിസൾട്ട് ഓട്ടോമാറ്റിക്കലി ഈ ഒരു വെബ്സൈറ്റുകളിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. കാരണം ഈ ഒരു വെബ്സൈറ്റും ആ ഒരു മാർക്കിൻ്റെ ആ ഒരു ഡീറ്റെയിൽസിൻ്റെ വെബ്സൈറ്റും തമ്മിൽ അതായത് ആ ഡാറ്റാബേസും തമ്മിൽ ലിങ്ക് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് അത് അപ്ഡേറ്റ് ആവുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു +1 പ്രവേശനത്തിനായിട്ട് എങ്ങനെ അപേക്ഷിക്കാം, അതുപോലെ നിങ്ങൾ ഓപ്ഷൻ നൽകുന്ന സമയത്ത് നിങ്ങൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയാണ് ഓപ്ഷനുകൾ നൽകേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസുകൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വഴി തന്നെ സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഈ ഒരു വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിലവിൽ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റാണ് vhscap.kerala.gov.in എന്ന വെബ്സൈറ്റ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മുകളിലായിട്ട് കാണാൻ പറ്റും vhscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഇവിടെ സ്കൂൾ ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊക്കെ സ്കൂളുകൾ, അതായത് ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഏത് ജില്ലയിലാണ് അഡ്മിഷൻ നേടാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ജില്ല സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെ ആ ഒരു ജില്ലയിലുള്ള സ്കൂളുകളുടെ ലിസ്റ്റ് താഴെ ഓട്ടോമാറ്റിക്കലി അതായത് ലോഡ് ചെയ്ത് വരുന്നതായിരിക്കും. അപ്പോൾ ജസ്റ്റ് ആ ഒരു പേജ് ലോഡ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. അതായത് കുറച്ച് നെറ്റിൻ്റെ ഇഷ്യൂ കൊണ്ടാണ് ഈ ഒരു രീതിയിൽ കറങ്ങി കളിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ഇവിടെ ഓരോ സ്കൂളിൻ്റെ പേര്, അതുപോലെ തന്നെ ഇവിടെ കോഴ്സ് കോഡ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് സ്കൂളിൻ്റെ ആ ഒരു പേര് കാണാം, അതുപോലെ ഇവിടെ സ്കൂളിൻ്റെ കോഡ് കാണാം, അതുപോലെ തന്നെ ഇവിടെ കോഴ്സ് കോഡ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തത് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്കൂൾ ഗവൺമെൻറ് ആണോ എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു എയ്ഡഡ് സ്കൂളാണോ എന്നുള്ള കാര്യവും കൃത്യമായിട്ട് ഇവിടെ സ്കൂൾ ടൈപ്പ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആ ഒരു കോഴ്സിൻ്റെ കോഡ് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൽ നിങ്ങളുടെ ഈ ഒരു വീടിനടുത്തുള്ള ഏതെങ്കിലും സ്കൂളുണ്ടോ, അതായത് നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ വീടിനടുത്തുള്ള ഏതെങ്കിലും സ്കൂളുകളുണ്ടോ എന്ന് നോക്കുക. അതുപോലെ തന്നെ ഇവിടെ കോഴ്സ് കോഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു നിങ്ങളുടെ ആ ഒരു വീടിനടുത്തുള്ള സ്കൂൾ ഉണ്ടെങ്കിൽ ആ ഒരു സ്കൂളിലുള്ള കോഴ്സിൻ്റെ കോഡുകൾ ഏതൊക്കെയാണെന്നുള്ളത് ഒരു പേപ്പറിൽ എഴുതി വെക്കുക. അതിനുശേഷം ഇവിടെ കോഴ്സ് ലിസ്റ്റ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കോഴ്സ് ലിസ്റ്റ് എന്നുള്ളത് അവിടെ ലോഡായിട്ട് കോഴ്സ് ലിസ്റ്റ് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ നേരത്തെയുള്ള ആ ഒരു കോഴ്സിൻ്റെ കോഡ് നിങ്ങൾ ഈ ഒരു പേപ്പറിൽ എഴുതി വെക്കണമെന്ന് പറയാൻ കാരണം ഇവിടെ കോഴ്സ് ലിസ്റ്റ് വരുന്ന സമയത്ത് അതിൽ 1, 2, 3, 4, 5 എന്ന് പറഞ്ഞുകൊണ്ട് ഏകദേശം ഒരു 48ഓളം കോഴ്സ് ഉണ്ട്. അപ്പോൾ 48 കോഴ്സാണുള്ളത്. അപ്പോൾ ഇതിൽ ഓരോ കോഴ്സിൻ്റെ നേരെയും അതായത് കോഴ്സ് കോഡ് എന്ന് കൊണ്ട് നിങ്ങൾക്ക് ഇവിടെ കൊടുത്തത് കാണാൻ പറ്റും. അപ്പോൾ നേരത്തെയുള്ള ആ ഒരു കോഴ്സ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ആ ഒരു കോഴ്സ് കോഡ് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കൃത്യമായിട്ട് ആ ഒരു കോഴ്സിൻ്റെ കോഡ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏത് കോഴ്സാണ് നിങ്ങളുടെ വീടിനടുത്തുള്ള സ്കൂളിൽ ഉള്ളതെന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ ഇത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വെബ്സൈറ്റ് ആണ്. അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി വെബ്സൈറ്റ് കൂടി കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് hscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മുകളിലായിട്ട് കാണാം hscap.kerala.gov.in എന്നുള്ള ഈ ഒരു വെബ്സൈറ്റ്. അപ്പോൾ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഈ ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഹയർ സെക്കൻഡറി വെബ്സൈറ്റ് ആണ്. നേരത്തെ കാണിച്ചിട്ടുള്ള vhscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് എന്ന് പറയുന്നത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വെബ്സൈറ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഹയർ സെക്കൻഡറിയിൽ അഡ്മിഷൻ നേടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വെബ്സൈറ്റ് വഴിയും, വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ അഡ്മിഷൻ നേടണമെന്നുണ്ടെങ്കിൽ vhscap.kerala.gov.in എന്നുള്ള നേരത്തെ കാണിച്ചിട്ടുള്ള ആ ഒരു വെബ്സൈറ്റ് വഴിയും അപേക്ഷിക്കുക. ഒരു വിദ്യാർത്ഥിക്ക് ഈ ഒരു ഹയർ സെക്കൻഡറിയിലും അപേക്ഷിക്കാം, വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും അപേക്ഷിക്കാവുന്നതാണ്. അതുകൂടാതെ തന്നെ ഒരു വിദ്യാർത്ഥിക്ക് ഒരു ജില്ലയിൽ മാത്രമല്ല ഒന്നിലധികം ജില്ലകളിലേക്ക്, അതായത് 2 ജില്ലകളിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അതിന് പ്രത്യേകിച്ച് തടസ്സമൊന്നുമില്ല. ഒന്നിലധികം ജില്ലകളിലേക്ക് അപേക്ഷിക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു ഹയർ സെക്കൻഡറിയിൽ തന്നെ ഒന്നിലധികം ജില്ലയിൽ അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ ഒന്നിലധികം കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും മനസ്സിലാക്കാനായിട്ട് പറയുന്നത്. അതായത് ആദ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ പേരിൻ്റെ സ്പെല്ലിംഗ് ഒന്നും തെറ്റിയിട്ടില്ല എന്ന്
മനസ്സിലാക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു മൊബൈൽ നമ്പർ ആവശ്യമാണ്. അപ്പോൾ ഈ ഒരു മൊബൈൽ നമ്പർ നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ ആവശ്യമാണ്. നിങ്ങൾക്ക് എപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാൻ അവസരം കിട്ടുന്നോ ആ ഒരു സമയത്തൊക്കെ എഡിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മൊബൈൽ ആവശ്യമാണ്, അതായത് മൊബൈൽ നമ്പർ ആവശ്യമാണ്. അപ്പോൾ ഈ ഒരു മൊബൈൽ നമ്പർ നിങ്ങൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒന്നുകിൽ നിങ്ങളുടെ മാതാപിതാക്കളുടേത് കൊടുക്കുക, അതല്ലെങ്കിൽ നിങ്ങളുടേത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ, അതായത് മാതാപിതാക്കളുടേത് കൊടുക്കുന്ന സമയത്ത് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ നിങ്ങളുടെ കൂടെയുള്ള ആളുടേതായിരിക്കണം കൊടുക്കേണ്ടത്. കാരണം ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സിന് ആദ്യം അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഈ ഒരു രക്ഷിതാവിൻ്റെ, അതായത് നിങ്ങളുടെ അച്ഛൻ്റെ അല്ലെങ്കിൽ ഈ ഒരു പാരൻറ്റിൻ്റെ മൊബൈൽ നമ്പർ കൊടുക്കും. അപ്പോൾ ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അവർ ആ ഒരു ഫോണും എടുത്തുകൊണ്ട് ഈ ഒരു കേരളത്തിന് പുറത്ത് മറ്റേതെങ്കിലും സ്ഥലത്ത് ജോലിക്കായിട്ട് പോകുന്നവരുണ്ടാവും. അതുപോലെ തന്നെ ചിലപ്പോൾ ആ ഒരു ഫോൺ എടുത്ത് വിദേശത്തേക്ക് പോകുന്നവരുണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ട് പിന്നീട് നിങ്ങൾക്ക് ഈ ഒരു SMS വരാത്ത സാഹചര്യം, അതുപോലെ SMS അതായത് OTP കിട്ടാത്ത സാഹചര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നീട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ ആ ഒരു ജില്ലയിൽ പിന്നീട് പുതുതായിട്ട് വീണ്ടും അപ്ലൈ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒന്നുകിൽ നിങ്ങളുടെ നമ്പർ കൊടുക്കുക, അതല്ലെങ്കിൽ നിങ്ങളോടൊപ്പം ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് ആരാണ് ഉണ്ടാവുക അവരുടെ നമ്പർ കൊടുക്കുക. അതുപോലെ തന്നെ മൊബൈൽ നമ്പർ കട്ടായി പോകുന്നത് കൊടുക്കരുത്, അതായത് റീചാർജ് ചെയ്യുന്ന മൊബൈൽ നമ്പർ ആയിരിക്കണം കൊടുക്കേണ്ടത്. നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. കാരണം ഈ ഒരു മൊബൈൽ നമ്പറിൽ വരുന്ന OTP നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് ആവശ്യമാണ്. വിദേശത്തേക്ക് പോകുന്നവരുടെ നമ്പർ കൊടുക്കരുതെന്ന് പറയാൻ കാരണം അവർ ഫോൺ എടുത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് ഈ ഒരു വിദേശത്തേക്ക് ഈ ഒരു OTP വരുന്നതല്ല. കാരണം അങ്ങോട്ടേക്ക് ഈ ഒരു മൊബൈൽ നെറ്റ്വർക്ക് ചിലപ്പോൾ റേഞ്ചും അതുപോലെ തന്നെ നെറ്റ്വർക്ക് ഇല്ലാത്ത സ്ഥലങ്ങളായിരിക്കും. അവിടെ മറ്റൊരു നെറ്റ്വർക്കിൻ്റെ, അതായത് മറ്റൊരു കമ്പനിയുടെ നെറ്റ്വർക്കിൽ വർക്ക് ചെയ്യുന്ന ആ ഒരു ടവറും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് SMS കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു മൊബൈൽ നമ്പർ നൽകുമ്പോൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇമെയിൽ ID നൽകുന്ന സമയത്തും കൃത്യമായിട്ട് ശരിയായിട്ടുള്ള ഇമെയിൽ ID കൊടുക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ കാറ്റഗറി, അതായത് ആദ്യം നിങ്ങളുടെ പേര് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക. അതുപോലെ മാതാപിതാക്കളുടെ പേര് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക, തെറ്റിപ്പോവരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ജാതി കൊടുക്കുന്ന സമയത്ത് തെറ്റരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ മതം കൊടുക്കുന്ന സമയത്ത് തെറ്റരുത്. അതുപോലെ തന്നെ ഇന്ന ജാതി ഇന്ന കാറ്റഗറിയിൽ ഉൾപ്പെടും. അപ്പോൾ ആ ഒരു കാറ്റഗറിയൊക്കെ പ്രോസ്പെക്ടസിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പ്രോസ്പെക്ടസിൽ ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഇവിടെ പ്രോസ്പെക്ടസിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ് പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കാറ്റഗറി ഏതാണെന്നുള്ള കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊരു ഉദാഹരണത്തിന് ഒരു കാറ്റഗറിയുടേത് പറഞ്ഞു തരാം. അതായത് ETB എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാറ്റഗറി ഉണ്ട്. അപ്പോൾ ETB എന്ന് പറഞ്ഞാൽ ഇതിൽ ഈയവ, തീയ, ബില്ലാവ ഇങ്ങനെയുള്ള വിഭാഗങ്ങളിലുള്ള ഉൾപ്പെട്ടവരാണ് വരിക. അപ്പോൾ ചില വിദ്യാർത്ഥികൾ ഹീയവ വിഭാഗത്തിൽ ഉൾപ്പെട്ടവർ ചിലപ്പോൾ ജനറൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊടുക്കും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ജനറൽ കൊടുത്താൽ പ്രശ്നമുണ്ടാവില്ല. എന്നാൽ നിങ്ങൾ മറ്റേതെങ്കിലും കാറ്റഗറിയാണ് അറിയാതെ സെലക്ട് ചെയ്ത് കൊടുത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാലും അഡ്മിഷൻ സ്കൂളിൽ പോയാൽ കിട്ടില്ല. കാരണം +1 പ്രവേശനത്തിന് വിവിധ കാറ്റഗറി അല്ലെങ്കിൽ ജാതി ഒക്കെ അനുസരിച്ച് റിസർവേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അഥവാ റിസർവ് സീറ്റിലാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് അഡ്മിഷൻ കിട്ടാതിരിക്കാനൊക്കെയുള്ള കാരണമായിട്ട് തീരും. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ രക്ഷിതാക്കളായാലും വിദ്യാർത്ഥികളായാലും ആരാണ് കേൾക്കുന്നത് അതിനനുസരിച്ച് നിങ്ങളുടെ കാറ്റഗറി കൃത്യമായിട്ട് തെറ്റിയിട്ടില്ല എന്നുള്ള കാര്യം കൃത്യമായിട്ട് നിങ്ങൾ ഉറപ്പുവരുത്താനായിട്ട് ശ്രദ്ധിക്കുക. അതായത് നിങ്ങൾ ഈയവ, തീയ, ബില്ലാവ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവർ ആണ് എങ്കിൽ നിങ്ങൾ അത് ETB എന്നുള്ള കാറ്റഗറിയിലാണ് നിങ്ങൾ ഉൾപ്പെടുക. ഇത് ജസ്റ്റ് ഒരു ഉദാഹരണത്തിന് വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ജാതി, മതം ഇതൊക്കെ കൊടുക്കുന്ന സമയത്ത് ഈ അപേക്ഷയിൽ കൃത്യമായിട്ട് അതിൻ്റെ ആ ഒരു പേര് ചിലപ്പോൾ സ്പെല്ലിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറ്റിച്ചിട്ടൊക്കെ ഉള്ളതൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് സെലക്ട് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് തെറ്റിയിട്ടില്ല എന്നത് നിങ്ങൾ തന്നെ ഉറപ്പുവരുത്തേണ്ടതാണ്. കാരണം തെറ്റിക്കഴിഞ്ഞാൽ ട്രയൽ അലോട്ട്മെൻറ്റിൽ മാത്രമാണ് എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റുക. പിന്നീടുള്ള ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് ആ ഒരു തെറ്റ് വഴി നിങ്ങൾക്ക് ഏതെങ്കിലും റിസർവ് സീറ്റിലെങ്ങാനും അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അഡ്മിഷൻ തരാതെ സാഹചര്യമൊക്കെ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നൽകുന്ന ഡീറ്റെയിൽസൊക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ റിസർവേഷൻസ്, അതായത് ചിലപ്പോൾ ലിറ്റിൽ കൈറ്റ്സ്, റെഡ് ക്രോസ് അതുപോലെ വിവിധ വിഭാഗങ്ങളിൽ നിങ്ങൾ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഏതൊക്കെ വിഭാഗങ്ങളിലാണുള്ളത് അതിനൊക്കെ ഈ ഒരു റിസർവേഷൻ, അതുപോലെ LSS, USS അതുപോലുള്ളവയ്ക്ക് ബ്രേക്കിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തൊക്കെ റിസർവേഷൻസ് ഉണ്ടോ ആ റിസർവേഷൻസിൻ്റെ ആ ഒരു എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ കൃത്യമായിട്ട് നൽകേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് കോഴ്സിൻ്റെ ഓപ്ഷൻ നൽകലാണ്. അപ്പോൾ ഈ ഒരു എന്താണ് ഓപ്ഷൻ എന്നുള്ളത് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ ഓപ്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വിദ്യാർത്ഥി ഇന്ന സ്കൂളിൽ ഇന്ന കോഴ്സിന് ചേരാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇന്ന സ്കൂള് ഇന്ന കോഴ്സ് ഇന്ന ഓപ്ഷനായിട്ട് നൽകുന്നു. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഉദാഹരണം പറയാം. ഞാനിപ്പോൾ AB എന്നൊരു സ്കൂളിലാണ് ജോയിൻ ചെയ്യാനായിട്ട്, AB സ്കൂൾ എന്നുള്ള ഒരു സ്കൂളിലാണ് ജോയിൻ ചെയ്യാനായിട്ട് വിചാരിക്കുന്നത്. എനിക്ക് ആ ഒരു സ്കൂളിൽ എനിക്ക് സയൻസ് കിട്ടണം, ബയോളജി സയൻസ് കിട്ടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഞാൻ ഓപ്ഷൻ നൽകുന്ന സമയത്ത് ആദ്യം ഈ ഒരു AB സ്കൂൾ, ഈ ഒരു സ്കൂളിൻ്റെ ഒരു കോഡ് ഉണ്ടാകും. ഓരോ സ്കൂളിലും ഓരോ
കോഡ് ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് ആ ഒരു കോഡ് കൊടുക്കുമ്പോൾ ആ ഒരു സ്കൂൾ ഓട്ടോമാറ്റിക്കലി അവിടെ വരും. അതിനുശേഷം അവിടെ ആ ഒരു സ്കൂളിലുള്ള കോഴ്സുകളുടെ ഡീറ്റെയിൽസ് വരും. അപ്പോൾ അതിൽ എനിക്ക് വേണ്ടത് ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഉൾപ്പെട്ട ബയോളജി സയൻസ് ആണ് ഒന്നാമത്തെ ഓപ്ഷനായിട്ട് വേണ്ടത്. അപ്പോൾ ഞാൻ ആ ഒരു കോഴ്സ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ആ ഒരു കോഴ്സിൻ്റെ കോഡ് എന്ന് പറയുന്നത് 1 അപ്പോൾ അതിനനുസരിച്ച് ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കും. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് വേണ്ട സ്കൂള്, അതുപോലെ തന്നെ ആ ഒരു സ്കൂളിൽ ഏത് കോഴ്സാണ് മുൻഗണന ഉള്ളത് അതിനനുസരിച്ച് നിങ്ങൾ ഓപ്ഷൻ നൽകുന്നതാണ്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ അഡ്മിഷൻ നേടുമെന്ന് ഉറപ്പുള്ള സ്കൂളുകളായിരിക്കണം നിങ്ങൾ ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കേണ്ടത്. ഇനി നിങ്ങൾ കോഴ്സ് ഓപ്ഷൻ സെലക്ട് കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. +2ന് ശേഷം നിങ്ങൾക്ക് എന്താവാനാണ് ആഗ്രഹം, അതനുസരിച്ച് വേണം നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കാനായിട്ട്. ഒരു വിദ്യാർത്ഥിക്ക് ഇപ്പോൾ നേഴ്സ് ആവാനാണ് താല്പര്യം. +2ന് ശേഷം നേഴ്സ് ആവണം, അല്ലെങ്കിൽ ഡോക്ടർ ആവണം, അല്ലെങ്കിൽ എഞ്ചിനീയർ ആകണം, അല്ലെങ്കിൽ വല്ല മെഡിക്കൽ ഫീൽഡിൽ പോകണം, അല്ലെങ്കിൽ ഫാർമസിസ്റ്റ് ആവണം, അതുപോലെ തന്നെ അല്ലെങ്കിൽ വല്ല ടീച്ചറും ആകണം. ഇങ്ങനെ ഇത്രയുമൊക്കെ ആഗ്രഹമുള്ള ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ആ ഒരു വിദ്യാർത്ഥി സെലക്ട് ചെയ്യേണ്ട കോഴ്സാണ് ബയോളജി സയൻസ്. ബയോളജി സയൻസ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് കോഴ്സ് വേണമെങ്കിലും പഠിക്കാം. അതായത് കൊമേഴ്സ് പഠിച്ച വിദ്യാർത്ഥി പഠിക്കുന്ന അക്കൗണ്ടിംഗ് മേഖല അല്ലെങ്കിൽ ബാങ്കിങ് മേഖലയിലേക്കുള്ള കോഴ്സും പഠിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഹ്യൂമാനിറ്റീസ് പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്ന അവർ പോകുന്ന ഈ ഒരു ഹിസ്റ്റോറിക്കൽ അതുപോലുള്ള മേഖലകളിലേക്കുള്ള കോഴ്സ് പഠിക്കണമെങ്കിൽ അങ്ങനെ പോകാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ വിവിധ തരം ആഗ്രഹമുള്ള വിദ്യാർത്ഥിയാണെങ്കിൽ ബയോളജി സയൻസ് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി ചില വിദ്യാർത്ഥികൾക്ക് ഡോക്ടറൊന്നും ആവണ്ട, ഒന്നുകിൽ എഞ്ചിനീയർ ആവണം, അതല്ലെങ്കിൽ വല്ല ടീച്ചർ ആവണം, അതല്ലെങ്കിൽ ഈ ഒരു ബയോളജി സയൻസുമായി ബന്ധപ്പെട്ടുള്ള സുവോളജിയോ ബോട്ടണിയോ ഇതൊന്നും വേണ്ട, വല്ല മാത്സ് ടീച്ചറോ അല്ലെങ്കിൽ ലാംഗ്വേജിൻ്റെ ടീച്ചേഴ്സോ ആയാൽ മതി. അതല്ലെങ്കിൽ ജസ്റ്റ് ഏതെങ്കിലും കമ്പ്യൂട്ടർ മേഖലയുള്ള ജോലി മതി എന്നുള്ള, അല്ലെങ്കിൽ ബാങ്കിങ് മേഖലയുള്ള ജോലി മതി എന്നാണെങ്കിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസ് എടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ബാങ്കിങ് മേഖല മാത്രം മതി, അതായത് ബാങ്കിങ് മേഖല അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മേഖല ഇതുപോലുള്ള മേഖല മതിയെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് കൊമേഴ്സ് എടുക്കാം. ഇനി ഇതൊന്നും വേണ്ട, എനിക്ക് ജസ്റ്റ് ഒരു ടീച്ചർ ആയാൽ മതി, ഏതെങ്കിലും ഒരു ലാംഗ്വേജ് ടീച്ചർ ആയാൽ മതിയെങ്കിൽ നിങ്ങൾ ഈ ഒരു ഹ്യൂമാനിറ്റീസ് എടുത്താൽ മതി. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിഗ്രി പഠിക്കണം, അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ജോലി നേടാം ഈ ഒരു ചെറിയൊരു ആഗ്രഹം മാത്രമുള്ള ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ഹ്യൂമാനിറ്റീസ് എടുത്താൽ മതി. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഒരു വിദ്യാർത്ഥിക്ക് ഇപ്പോഴായിരിക്കില്ല പല കോഴ്സും പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടാവുക. +2 പഠിച്ച ശേഷമായിരിക്കും എനിക്ക് ഇന്ന് പഠിക്കാൻ ആഗ്രഹമുണ്ട് എന്നുള്ള ആ ഒരു ചിന്തകളൊക്കെ വരെ. ഇപ്പം പ്രത്യേകിച്ച് ഒരു ചിന്ത ഉണ്ടാവില്ല, നിങ്ങൾക്ക് ഏത് കോഴ്സ് കിട്ടിയാലും പഠിക്കുമെന്നുള്ളൊരു ചിന്തയായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കൊടുക്കുന്ന കോഴ്സ് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചും നിങ്ങൾക്ക് +2ന് ശേഷം എന്താണ് പഠിക്കാൻ ആഗ്രഹം അല്ലെങ്കിൽ എന്താവാനാണ് ആഗ്രഹം അതിനനുസരിച്ച് വേണം നിങ്ങൾ കോഴ്സ് ഓപ്ഷൻസ് ആയിട്ട് ഫസ്റ്റ് ഓപ്ഷൻ മുതൽ 1, 2, 3 ഈ രീതിയിൽ നിങ്ങൾ ഓപ്ഷൻ നൽകുന്ന സമയത്ത് പ്രയോറിറ്റി നൽകേണ്ടത് നിങ്ങൾക്ക് എന്താവാനാണോ താല്പര്യം അതിനനുസരിച്ചുള്ള കോഴ്സ് ആയിരിക്കണം നൽകേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എന്താവാനാണ് ആഗ്രഹം എന്നുള്ളത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ഐഡിയ ഇല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ വീട്ടുകാരോട് ചോദിക്കുക ഏത് കോഴ്സാണ് എടുക്കുന്നത് നല്ലത്, അതല്ലെങ്കിൽ എന്താവുന്നതാണ് നല്ലത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുക. കാരണം ഇപ്പോഴാണ് ചോദിക്കാൻ പറ്റുക. കാരണം മെയ് 14-ാം തീയതി മുതൽ ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സിനുള്ള അപേക്ഷ ആരംഭിക്കും. അപ്പോൾ ആ ഒരു സമയത്തേക്ക് നിങ്ങൾ കൃത്യമായിട്ട് ഏത് കോഴ്സിന് നിങ്ങൾ അഡ്മിഷൻ നേടാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ കൃത്യമായിട്ട് തീരുമാനിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഒന്നാമത്തെ ഓപ്ഷൻ, അതായത് 1 മുതൽ 5 വരെയുള്ള ഓപ്ഷൻസ് കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ നിങ്ങൾ പഠിക്കുമെന്നുള്ള, അതായത് അഡ്മിഷൻ നേടി പഠിക്കുമെന്നുള്ള കോഴ്സുകൾ മാത്രമേ നിങ്ങൾ നൽകാവൂ. കാരണം ഒന്നാമത്തെ ഓപ്ഷനിൽ മുൻവർഷം ഹ്യൂമാനിറ്റീസ് ഒക്കെ കൊണ്ടുപോയിട്ട് കൊടുത്തിട്ട് ഹ്യൂമാനിറ്റീസ് ഓപ്ഷനായിട്ട് കൊടുക്കുകയും അതിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് കുടുങ്ങിപ്പോയിട്ട് ഉള്ള വിദ്യാർത്ഥികളൊക്കെയുണ്ട്. കുടുങ്ങിപ്പോകുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഏത് കോഴ്സ് കിട്ടിക്കഴിഞ്ഞാലും പഠിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ആകാം. എന്നാൽ ആ ഒരു വിദ്യാർത്ഥിക്ക് ബയോളജി സയൻസ് ആണ് പഠിക്കാൻ താല്പര്യമുണ്ടായിരുന്നത്. എന്നാൽ ഫസ്റ്റ് ഓപ്ഷൻ കൊണ്ടുപോയിട്ട് ഹ്യൂമാനിറ്റീസ് കൊടുത്തത് കൊണ്ട് തന്നെ ആ ഒരു വിദ്യാർത്ഥിക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ അലോട്ട്മെൻറ്റ് കിട്ടുകയും പിന്നീട് ട്രാൻസ്ഫർ കിട്ടാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അതായത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒന്നാമത്തെ ഓപ്ഷനാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ, അതായത് സ്കൂൾ മാറ്റം അല്ലെങ്കിൽ കോഴ്സും മറ്റൊരു കോഴ്സിലേക്ക് മാറാനൊക്കെ നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒന്നാമത്തെ ഓപ്ഷനൊക്കെ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കോഴ്സ് ആയിരിക്കണം കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ട്രാൻസ്ഫർ കിട്ടാനൊക്കെ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു ഓപ്ഷൻ നൽകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, പഠിക്കാൻ താല്പര്യമുള്ള കോഴ്സുകളും അതുപോലെ തന്നെ സ്കൂളുകളും മാത്രമേ ഫസ്റ്റ് ഓപ്ഷനുകളായിട്ട് കൊടുക്കാവൂ. ഫസ്റ്റ് ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് പഠിക്കാൻ ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള കോഴ്സുകൾ മാത്രമേ നിങ്ങൾ ഏത് സ്കൂൾ കൊടുത്തു കഴിഞ്ഞാലും കൊടുക്കാവൂ. അതുപോലെ തന്നെ അടുത്തുള്ള സ്കൂളുകളായിരിക്കണം നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷനുകളായിട്ട് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ പഠിക്കാൻ ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള കോഴ്സുകളായിരിക്കണം ഫസ്റ്റായിട്ട് നൽകേണ്ടത്. അപ്പോൾ ഓരോ അലോട്ട്മെൻറ്റ് വരുന്ന സമയത്തും നിങ്ങൾ സ്കൂളിൽ പോയിട്ട് ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരും. നിങ്ങൾക്ക് ഒന്നുകിൽ ടെമ്പററി അഡ്മിഷൻ നേടാം, അതല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ നേടാം. ഒന്നാമത്തെ ഓപ്ഷനാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും പെർമനൻറ്റ് അഡ്മിഷൻ നേടേണ്ടി വരും. അതുപോലെ ഒന്നാമത്തെ ഓപ്ഷൻ നേടുന്ന വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് ട്രാൻസ്ഫറിനോ സെക്കൻഡ് ട്രാൻസ്ഫറിനോ അപേക്ഷിക്കാൻ പറ്റില്ല. പിന്നീട് തേർഡ് അല്ലെങ്കിൽ ഫോർത്ത് ട്രാൻസ്ഫറിനൊക്കെ ആയിരിക്കും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. അതുകൊണ്ട് തന്നെ താല്പര്യമുള്ള സ്കൂളുകളും കോഴ്സുകളും മാത്രമേ ഫസ്റ്റ് ഓപ്ഷനുകളായിട്ട് നൽകാവൂ. അല്ലാതെ പിന്നീട് തെറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ പിന്നീട് ട്രയൽ അലോട്ട്മെൻറ്റ് സമയത്ത് മാത്രമേ എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ആദ്യം ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മാതാപിതാക്കളോട് ചോദിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കുക ഏത് കോഴ്സ് എടുക്കണം എന്നുള്ളത്. കാരണം നിങ്ങൾക്ക് ഇപ്പോഴുള്ള താല്പര്യമായിരിക്കില്ല നിങ്ങളൊരു +2 കഴിയുമ്പോഴുള്ള നിങ്ങളുടെ താല്പര്യം എന്നുള്ളത്. അതായത് എന്താവണം എന്നുള്ള താല്പര്യം ഇപ്പോഴുള്ള താല്പര്യമായിരിക്കില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് വെറുതെ ഒരു ഡിഗ്രി എടുത്താൽ മതി എന്നുള്ളൊരു ചിന്തയായിരിക്കും ഉണ്ടാവുക. എന്നാൽ +2ന് ശേഷം നിങ്ങൾക്ക് പല വിദ്യാർത്ഥികൾക്കും നഴ്സിംഗ് പഠിക്കാനായിട്ട് ആഗ്രഹം ഉണ്ടാകും, അതുപോലെ തന്നെ ഡോക്ടർ ആവാൻ ആഗ്രഹം ഉണ്ടാകും, എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് പോകാനായിട്ടൊക്കെ താല്പര്യം ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അതനുസരിച്ച് നിങ്ങൾ കൃത്യമായിട്ട് ഏത് കോഴ്സ് ഓപ്ഷൻ കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ
ഇന്നും നാളെയും ഒക്കെ ആയിട്ട് നിങ്ങൾ വീട്ടുകാരോടൊക്കെ ചോദിച്ച് തീരുമാനിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ